അതായത് എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാല് ഈ ഒരു വില നമ്മള് രാവിലെ ഒരു $3-4 വരെ ഇന്ന് ഇതിന്റെ റേറ്റ് നന്നായിട്ട് കയറി. അതെ. അപ്പൊ അത് എന്തുകൊണ്ടാണ് കയറുന്നതെന്നാ ഇത് മാനിക്കുലേഷൻ ആണോ എന്നൊക്കെ ചില ആളുകൾക്ക് സംശയം. ഓക്കെ. ശരി. അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്നാ അതങ്ങ് തീരുമല്ലോ പ്രശ്നം. അതെ അതെ അതെ. അപ്പോ അത് നല്ലൊരു ചോദ്യമാണ്. ഓക്കെ. അപ്പൊ അതിലേക്ക് തന്നെ നമുക്ക് പോവാം. എന്റെ സ്ക്രീൻ കാണാലോ അല്ലെ? അതായത് വളരെ സിമ്പിൾ ആണ്. നമ്മളുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 31 മില്യൺ കോയിൻ ആണ്. അതെല്ലാവർക്കും അറിയാലോ. അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് 3,10,00,000 31 മില്യൺ കോയിൻ. ഈ 31 മില്യൺ കോയിൻ എവിടെയായിരിക്കുന്നത്? കമ്പനിയുടെ കയ്യിലല്ല. എന്ത് ചെയ്തു അവര്? ഇതിന്റെ ഉടമസ്ഥാവകാശ അവകാശം ഉപേക്ഷിച്ചിട്ട് ടോട്ടൽ സപ്ലൈ പിങ്ക് സെയിൽ എന്ന് പറയുന്ന ലോക്കറിൽ വെച്ച് പൂട്ടിവെച്ചു. അപ്പോ ഇനി ആ ലോക്കറിൽ നിന്ന് ആർക്കെടുക്കാൻ പറ്റില്ല? ഈ സെറ എന്നുള്ള മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഇവരുടെ ഡെവലപ്പർക്ക് ഇനി അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ അഡ്മിൻ കൺട്രോൾ കളഞ്ഞു, അതിന്റെ ഉടമസ്ഥതാവകാശം, അതിനെ റിനൗൺസിങ് എന്നാണ് പറയാ. അപ്പൊ അത് റിനൗൺസ് ചെയ്തു എന്ന് അവർ പറഞ്ഞാൽ പോരാ. കാരണം അത് നമുക്ക് ഇതിൽ നോക്കി വെരിഫൈ ചെയ്യാൻ പറ്റും. ഇതിലെ നമ്മളുടെ AVയില് നമ്മുടെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പൊ അവിടെ AV ഇതിൽ പറയുന്ന ഓഡിറ്റിംഗ് റിപ്പോർട്ടിലുള്ള ഒരു പോയിന്റ് ആണ് ഇതിന്റെ ഉടമസ്ഥത അവകാശം ഉപേക്ഷിച്ചു. അതായത് സെറയുടെ പ്രൊജക്ടിന്റെ ഡീസെൻട്രലൈസ്ഡ് ആണ്, അതുപോലെ ഇമ്മ്യൂട്ടബിൾ ആണ്, അതുപോലെ ഇത് റിനൗൺസ്ഡ് ആണ്. ഓക്കെ. അപ്പൊ റിനൗൺസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ സപ്ലൈ ഇരിക്കുന്നത് എവിടെയാണ്? പിങ്ക് സെയിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി ബാക്കി സപ്ലൈ അതായത് 88.9% ഇപ്പോ നിലവിൽ ഇവിടെ ഉണ്ട്. 2,2,78,585 സെറ. ഇത് കാണാലോ അല്ലെ നിങ്ങൾക്ക്? ഇതാണ് ഇപ്പൊ നിലവിൽ പിങ്ക് സെയിലുള്ള സെറ ക്വാണ്ടിറ്റി. ബാലൻസ് 10%, അതായത് 31 ലക്ഷം കോയിൻ ഓൾറെഡി ബേൺ ചെയ്ത് കഴിഞ്ഞു. അതായത് ബേണിംഗ് വാലറ്റ് ഡെഡ് വാലറ്റിലേക്ക് പോയി. ഇനിയും എത്രയും കൂടെ ബേൺ ചെയ്യാനുണ്ട്? ഏകദേശം 7 കോടിയോളം 70 ലക്ഷത്തോളം കോയിൻ ഇനിയും ബേൺ ചെയ്യാനുണ്ട്. അതായത് മൊത്തത്തിൽ 10 മില്യൺ കോയിൻ, അതായത് 1 കോടി കോയിൻ ബേൺ ആകും. ബാക്കി 2,10,00,000 മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ടോട്ടൽ സപ്ലൈ ഇരിക്കുന്നത് എവിടെയാണ്? പിങ്ക് സെയിലിൽ. ഓക്കെ. അപ്പൊ പിങ്ക് സെയിലിൽ ഇരിക്കുന്ന ഈ കോയിൻ ആർക്ക് കിട്ടുള്ളൂ? ഇപ്പോ നിലവിൽ എത്ര പേര് നമുക്ക് നമ്മളുടെ ഇതിലുണ്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അത് ഓൾറെഡി നമ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ? 2,000 സംതിങ് മെമ്പേഴ്സ് ആണ് ഇന്ന്, ഹോൾഡേഴ്സ് ആണ് ഇന്ന് ലോകം മുഴുവൻ ഉള്ളത്. അപ്പൊ ഈ എയർ ഡ്രോപ്പ് ആയിട്ടാണ് ഈ ടോട്ടൽ സപ്ലൈ ജനങ്ങളിലേക്ക്, അല്ലെ പബ്ലിക്കിലേക്ക്, അല്ലെങ്കിൽ മാനേജ്മെന്റിനോ ഇതിന്റെ ബാക്ക് എൻഡിലുള്ളവർക്ക് കിട്ടുന്നത് എയർ ഡ്രോപ്പ് മാത്രമായിട്ടാണ്. ഈ ടോട്ടൽ സപ്ലൈ വേറെ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ടോട്ടൽ സപ്ലൈ ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഈ ലോക്ക് ചെയ്തിട്ടുള്ളവർക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടും. അപ്പൊ കമ്പനി എന്ത് ചെയ്തു? അവരും കോയിൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? ഈ എയർ ഡ്രോപ്പ് കിട്ടുന്നത്. അപ്പൊ കമ്പനിക്കാണെങ്കിലും ശരി, നമുക്കാണെങ്കിലും ശരി എയർ ഡ്രോപ്പേ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ മാനിപ്പുലേഷൻ നടക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം കമ്പനിയുടെ കയ്യിൽ കോയിൻ ഉണ്ടെങ്കിൽ കമ്പനിക്ക് പമ്പിങ്ങും ഡമ്പിങ്ങും നടത്തി മാനിപ്പുലേഷൻ നടത്താം. കമ്പനിയുടെ കയ്യിൽ കോയിൻ ഇല്ലാത്തത് കൊണ്ട് കമ്പനിക്ക് അതിനെ മാനിപ്പുലേഷൻ നടത്താൻ പറ്റില്ല. റേറ്റിനെ കുത്തനെ അടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മുകളിലുള്ള റേറ്റിനെ താഴ്ത്തി കൊണ്ടുവരാനോ ഇവിടെ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രൊജക്ട് ഇത്രയും മാർക്കറ്റിൽ ഫെമിലിയർ ആവാൻ കാരണം. ചൈനീസും മലേഷ്യൻസും ഇന്തോനേഷ്യൻസും കൊറിയൻസും ഒക്കെ ഇന്ന് ഭയങ്കരമായിട്ട് ഈ പ്രൊജക്റ്റിലേക്ക് കയറാനുള്ള കാരണം ഇതാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു 2 ആഴ്ച മുമ്പ് ആകെ 1,600 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് എത്രയായി? 2,400 മേലെയായി. ദാറ്റ് മീൻസ് ഇത്രയും മെമ്പേഴ്സ് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. അതുപോലെ ഒരു 2 ആഴ്ച മുമ്പ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ലിക്വിഡിറ്റി ആകെ $4 ലക്ഷം ഉണ്ടായിരുന്നത് ഇന്ന് 1.5 മില്യൺ ആയി. അതായത് 15 ലക്ഷം ഡോളറായി. മനസ്സിലായോ? അപ്പൊ ആൾക്കാർ ഇതിലേക്ക് കയറുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. എല്ലാം ഓപ്പൺ ആണെന്ന്. നമുക്ക് വെറുതെ ഒരു കണക്ക് കൂട്ടി പറയേണ്ട ആവശ്യമില്ലാന്ന്. എല്ലാം ഇവിടെ സുതാര്യമാണ്. എല്ലാം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിൽ സപ്ലൈ കുറവാണ്. ഈ സപ്ലൈ എങ്ങനെ ഉണ്ടാവുക? ഇപ്പൊ പാൻകേക്ക് സ്വാപ്പില് കോയിൻ എങ്ങനെ വരിക? അപ്പൊ നമ്മളെ പോലുള്ള ഈ 2,500 പേര് 2,400 പേര് അവർക്ക് കിട്ടിയ എയർ ഡ്രോപ്പ് വിറ്റെങ്കിൽ മാത്രമേ കോയിൻ മാർക്കറ്റിലേക്ക് വരുള്ളൂ. അതായത്
ഈ പാൻകേക്ക് സ്വാപ്പിലേക്ക് വരുള്ളൂ അല്ലെ. പാൻകേക്ക് സ്വാപ്പിലേക്ക് വരുന്ന കോയിൻ ആര് മേടിക്കും? പിന്നെ നമ്മൾ ഓരോ ദിവസവും 10 പേരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ആരെങ്കിലും വിൽക്കാൻ നോക്കി നിൽക്കുകയാണോ എക്സ്ചേഞ്ചിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എക്സ്ചേഞ്ചിൽ ഈ കോയിന്റെ വില എന്താവും? ഡിമാൻഡ് കൂടിയാൽ എന്ത് സംഭവിക്കും? റേറ്റ് കൂടുകയോ കുറയോ? കാരണം സപ്ലൈ മാർക്കറ്റിൽ ഇല്ല, സപ്ലൈ എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആകെ കിട്ടുന്ന എയർ ഡ്രോപ്പ് അത് മാർക്കറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ കോയിന്റെ വില മുകളിലേക്ക് പോകണം. വളരെ സിമ്പിൾ ലോജിക്കാണ്.